ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കേരള PSC നടത്തിയ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3യുടെ ചോദ്യപേപ്പർ. മൂന്നാം സ്റ്റേജ് 100 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? ഹൃദയ രാഗങ്ങൾ. ആത്മകഥയാണ് ഹൃദയ രാഗങ്ങൾ. ഇദ്ദേഹത്തിന് 1980 ഇല്ലം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1980 ഇല്ലം എന്ന നോവൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2004 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അത് യാത്രാ വിവരണത്തിനാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരണം അടരുന്ന ആകാശം. അടരുന്ന ആകാശം. അപ്പൊ 2 തവണ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. 1980 നോവൽ ഇല്ലം, 2004 ഇദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണത്തിനാണ് അടരുന്ന ആകാശം. ഇനി 2006 ഇദ്ദേഹത്തിന് 3 പുരസ്കാരങ്ങൾ ലഭിച്ചു. അത് ഒരു കൃതിക്കാണ് ലഭിച്ചത്. കൃതിയുടെ പേരാണ് ഹൃദയത്തിൽ ഒരു വാൾ. ഹൃദയത്തിൽ ഒരു വാൾ. ഏതൊക്കെ അവാർഡ് കിട്ടി? തകഴി പുരസ്കാരം കിട്ടി, KCBC അവാർഡ് ലഭിച്ചു, കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു. ഈ 3 പുരസ്കാരങ്ങളും 2006 ലഭിച്ചത്. ഹൃദയത്തിൽ ഒരു വാൾ എന്ന ഒറ്റ കൃതിക്കാണ് ലഭിച്ചത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്? TP ഔസേപ്പ്. ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നത് കായിക പരിശീലകർക്കാണ്. PR ശ്രീജേഷിന് കേരളരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 2 തവണ വെങ്കല ഒളിമ്പിക്സ് മെഡൽ നേടിയ ഏക മലയാളി കൂടിയാണ്. കീപ്പറാണ് ഇദ്ദേഹം. ഹോക്കി താരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ചടയമംഗലം എന്ന സ്ഥലത്താണ്. ജഡായു എന്നാണ് ഇതിന്റെ പേര്. രാജീവ് അഞ്ചലാണ് ഇതിന്റെ ശില്പി. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏത്? സംയുക്തമാണ്. ഗവൺമെന്റും സ്വകാര്യ വ്യക്തികളും കൂടി. സിയാൽ എന്ന് പറയുന്നു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കേരള സംസ്ഥാന അക്കാദമി ചുമതല വഹിക്കുന്ന മന്ത്രി സജി ചെറിയാൻ. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MR ബൈജു. PSC, KPSC, കേരള PSC എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചു? രൂപീകരിച്ച സമയത്ത് 13 ബാങ്കുകൾ. മലപ്പുറം മാത്രമാണ് സഹകരിക്കാതിരുന്നത്. ഇപ്പോൾ മലപ്പുറവും സംയോജിച്ചു. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരം ലഭിച്ചു? അന്ന ബെന്ന് സിനിമാ നടിയാണെന്നറിയാം. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് ലഭിച്ചത്. ഡോക്ടർ ശോശാമ ഐപ്പ് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? മറ്റുള്ളവ. ശാസ്ത്ര എഞ്ചിനീയറിംഗ് അല്ല, സാമൂഹിക പ്രവർത്തനമല്ല, വൈദ്യശാസ്ത്രമല്ല, മറ്റുള്ളവ എന്ന വിഭാഗമാണ് ഇവർക്ക് ശോശമായിപ്പിന് ലഭിച്ചത്. മലയാളിയാണ്. ഇനി നമ്മൾ 2024 പുരസ്കാരത്തിലേക്കൊന്ന് പോവുകയാണ്. 2024 നമ്മുടെ പത്മ അവാർഡ്സ്. 2024 132 പേർക്കാണ് പത്മ പുരസ്കാരം കൊടുത്തത്. ഇതിൽ 5 പേർ പത്മവിഭൂഷൺ, 17 പേർ പത്മഭൂഷൺ, 110 പേർ പത്മശ്രീ. 132, 5 വിഭൂഷൺ ഏറ്റവും ഉയർന്ന ബഹുമതി, 17 ഭൂഷൺ, പത്മശ്രീ 110. 30 പേർ വനിതകളായിരുന്നു. 8 പേർ വിദേശികളായിരുന്നു. 8 പേർ വിദേശികൾ. ഇനി 8 പേർ മലയാളികളായിരുന്നു. 9 പേർക്ക് മരണാനന്തര ബഹുമതിയും ലഭിച്ചു. മരണാനന്തര ബഹുമതി. ഇനി പത്മവിഭൂഷൺ ലഭിച്ച 5 പേർ: വൈജയന്തി മാലബാലി,
കലാകാരിയാണ്, തമിഴ്നാട്, ബോളിവുഡ് ആക്ട്രസ് ആണ് എന്ന് കൂടി ഓർക്കുക. ബോളിവുഡ് അല്ല, നമ്മുടെ തമിഴ്നാട്ടുകാരിയാണ്. അപ്പോ ആക്ട്രസ് ആണ്, നർത്തകിയാണ് വൈജയന്തി മാല ബാലി. അടുത്തത് ചിരഞ്ജീവിയാണ്, ആന്ധ്രാപ്രദേശ്, തെലുങ്ക് നടനാണ്. എം വെങ്കയ്യ നായിഡു നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്, പബ്ലിക് അഫയേഴ്സ്, ആന്ധ്രാപ്രദേശുകാരനാണ്, 13ാമത്തെ ഉപരാഷ്ട്രപതി. ബിന്ദേശ്വർ പഥക് സോഷ്യൽ വർക്കർ, ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ബിന്ദേശ്വർ പഥക്. പത്മ സുബ്രഹ്മണ്യം തമിഴ്നാട്ടുകാരിയാണ്, ഭരതനാട്യ നർത്തകിയാണ്. അപ്പൊ 5 പേർക്കാണ് വിഭൂഷൺ. വൈജയന്തി മാല ബാലി, ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പഥക്, പത്മ സുബ്രഹ്മണ്യം. ഇനി 2 മലയാളികൾക്ക് പത്മഭൂഷൺ കിട്ടി. 17 പേര് മൊത്തത്തിൽ 2 മലയാളികളുണ്ട്. ഒന്ന് നമ്മുടെ ഫാത്തിമ ബീവിയാണ്, മരണാനന്തരമാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ആദ്യ വനിത, ജഡ്ജായിട്ടുള്ള വനിത. അടുത്തത് നമ്മുടെ മലയാളിക്ക് കിട്ടിയത് ഒ രാജഗോപാലിന. ഒ രാജഗോപാൽ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു വ്യക്തി. ഇദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ BJP പ്രവർത്തകനാണ് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇനി ഒരുപാട് ആളുകൾക്ക് 110ഓളം പേർക്കാണ് എന്ത് കിട്ടിയത്? പത്മശ്രീ കിട്ടിയത്. മലയാളികൾ ഇതിനകത്ത് 6 പേരാണ്. സത്യനാരായണ ബലേരി, ഒരാളാണ് സത്യനാരായണ ബലേരി. കാസർഗോഡത്തെ നെൽ കർഷകനാണ് സത്യനാരായണ ബലേരി. ഇനി മറ്റൊരാള് കേരളത്തിൽ നിന്നും 6 പേരുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ പറഞ്ഞോളൂ. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, വിദ്യാഭ്യാസം എന്ന മേഖലയിൽ ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചു. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. ഇനി മുനി നാരായണ പ്രസാദ്, മുനി നാരായണ പ്രസാദ് മലയാളി, ആത്മീയാചാര്യനാണ് മുനി പ്രസാദ്. അടുത്തത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി, തിരുവിതാംകൂർ ഭരണ, ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ ഭരിച്ചേനെ, ഇപ്പൊ വലിയ അവകാശമൊന്നുമില്ല, തിരുവിതാംകൂറിലെ വ്യക്തിയാണെന്ന് ഓർക്കുക. ബാലകൃഷ്ണൻ സദനം, പുതിയ വീട്ടിൽ, കേരളത്തിൽ നിന്നുള്ള മറ്റൊരു വ്യക്തിയാണ് ബാലകൃഷ്ണൻ സദനം, സദനം ബാലകൃഷ്ണൻ. ഇദ്ദേഹം കഥകളി ആചാര്യനാണ്, സദനം ബാലകൃഷ്ണൻ. ഇനി നമ്മൾ വിട്ടുപോയ മറ്റൊരാൾ നമ്മുടെ തെയ്യം കലാകാരനും ഉണ്ട്. അത് നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ നമ്മള് മലയാളികള് 6 പേരെയാണ് കണ്ടത്. സദനം ബാലകൃഷ്ണൻ, അദ്ദേഹം കഥകളി ആചാര്യനാണ്. അശ്വതി തിരുനാളിനെ കണ്ടു. പിന്നെ പഠിച്ചത് ആരെയാണ്? മുനി നാരായണ പ്രസാദിനെ കണ്ടു. മുനി നാരായണ പ്രസാദ്. ശ്രീ നാരായണൻ EP, ഇദ്ദേഹം തെയ്യം കലാകാരനാണ്. EP നാരായണൻ മലയാളിയാണ്, തെയ്യം കലാകാരൻ. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിനെ കണ്ടു. പിന്നീട് നമ്മൾ പഠിച്ചത് മലയാളി ഒരാളും കൂടെ, സദനം ബാലകൃഷ്ണൻ, കർഷകനാണ്, അദ്ദേഹത്തെ കൂടി ഓർത്തു. സത്യനാരായണ ബലേരി, സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യൻ, EP തെയ്യം, സത്യനാരായണ ബലേരി കാസർഗോഡ് എന്താണ് കർഷകൻ, നെൽ കർഷകൻ. ഇത്രയും പേരെയാണ് നമ്മൾ ഓർക്കുന്നത്. മലയാളികളെ പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പത്മ അവാർഡ്സ്, വിഭൂഷൺകാരെയൊക്കെ നമ്മളൊന്ന് ഓർത്തു. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2002 കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ഇവരുടെ പേരൊന്ന് മാറ്റി ഇപ്പോഴത്തെ പേര് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റൽ എന്ന നാമമാണ് സ്വീകരിച്ചത്. ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് 2002 പേര് മാറിയത്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ. വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കാം. സിലിക്കൺ, അലൂമിനിയ, സിലിക്ക, അലൂമിനിയ. താഴെ തന്നിരിക്കുന്ന അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തതേത്? മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി, ഇതൊക്കെ അവസാദ ശിലയാണ്. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഇതൊക്കെ ആഗ്നേയ ശിലയാണ്.
ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു. ഡിസംബർ 5 അതുകൊണ്ട് ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്തു. താഴെ തന്നിരിക്കുന്ന മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം ഏത്? മടക്ക് പർവ്വതം, പശ്ചിമഘട്ടം, അറ്റ്ലസ്, ആൽപ്സ്. അപ്പോ ഇതിനകത്ത് ഉത്തരം വരുന്നത് അറ്റ്ലസ് വരുന്നുണ്ട്, ആൽപ്സ് വരുന്നുണ്ട്, ഹിമാലയം. ഇതൊക്കെ എന്താണ്? മടക്ക് പർവ്വതങ്ങളാണ്. ഓപ്ഷൻ ബി ആൻഡ് സി. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസത്തെ മലവെള്ളപ്പാച്ചിൽ എന്ന് വിളിക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് ജനസംഖ്യ കൂടുതൽ. ജനസാന്ദ്രത കൂടുതൽ ബീഹാറിനാണ്. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നു. 1,00,000-ൽ കൂടുതൽ, 10,00,000-ൽ താഴെ ജനസംഖ്യയുള്ളത് നഗരമാണ്. നഗരം. ഇന്ത്യയിലെ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാ? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശരത്കാലം അനുഭവപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏത്? കേരളത്തിൽ പാലക്കാട് ജില്ലയാണ് അരി ഉൽപാദനത്തിൽ മുന്നിൽ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തില് ഭക്ഷണങ്ങളിൽ മുന്നില് അരി, 2ാം സ്ഥാനം ഗോതമ്പ്, 3ാം സ്ഥാനം ചോളമാണ്. അരി ഉൽപാദനത്തിൽ മുമ്പിൽ പശ്ചിമ ബംഗാൾ ആയിരുന്നു, പക്ഷെ ഇപ്പൊ തെലങ്കാന ആയിട്ടുണ്ട്. ഗോതമ്പ് ഉൽപാദനത്തിൽ മുന്നിൽ ഉത്തർപ്രദേശ് ആണ്. ചോളം ഉൽപാദനത്തിൽ മുന്നിൽ കർണാടകയാണ്. താഴെ തന്നിരിക്കുന്ന ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാ? ഹിമാലയം ഉണ്ട്, ട്രാൻസ് ഹിമാലയം ഉണ്ട്. ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിന്ദുക്കുഷ് ഇങ്ങനെ പോകുന്നു. സിമാലിക് എന്താണ്? അത് ഹിമാദ്രിയാണ്. അപ്പോൾ ഹിമാലയ റീജിയൻ ആണ്. ലഡാക്ക്, സസ്കർ, കാരക്കോണം, നാഗാക്കുന്ന് പൂർവാചലാണ്. പട്കായിബും പൂർവാചലാണ്. അപ്പൊ ഇവിടെ ഉത്തരം ലഡാക്ക്, സസ്കർ. അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് വില്യം മൂന്നാമനാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് മേരി അന്റോയിനറ്റ്. മേരി അന്റോയിനറ്റ്. ഇനി അടുത്തത് കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഉത്തരം ഇവരാരുമല്ല, വി ഹരി നായരാണ് ആൻസർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എങ്ങനെയാണ്? 450, 300 mm. ഇനി നമുക്ക് VVIP വിമാനം പതാക, ഇന്ത്യൻ പതാക 450/300 mm. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല. ഈ പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 28(1). സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം കടമെടുക്കുന്നു 293. അടുത്തത് താഴെ തന്നിരിക്കുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? രംഗനാഥ മിശ്ര, രാജേന്ദ്ര ബാബു, MN വെങ്കട ചെല്ലയ്യ, ഗോപാൽ ബല്ലവ് പട്നായിക്. ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക് ആണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണ്? ആൻസർ 8. വകുപ്പ് 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു? ആൻസർ അമേരിക്ക. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി ഇങ്ങനെ വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്ക് സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഏത് UN പ്രമേയമാണ് ഇത് അവതരിപ്പിച്ചത്? 1989 നവംബർ 20. 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു ചെയർമാൻ ഉണ്ട്, 2 അംഗങ്ങളുണ്ട്.
ഒരു ചെയർമാൻ, 2 അംഗങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. 1917 ബീഹാറിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനം അധ്യക്ഷൻ, അപ്പോ അത് ആദ്യമായിട്ട് അധ്യക്ഷനാകുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആൻസർ ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി കമ്മീഷണർ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭുവാണ്. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? കാൺപൂർ. കാൺപൂർ. ആരയിൽ ആരാണ്? ഝാൻസിയിൽ ആരാണ്? ഝാൻസി റാണി. ഡൽഹി ഭക്തഖാൻ. ഇന്ത്യൻ നാഷണൽ ആർമി വനിതാ വിഭാഗത്തിന്റെ പേരെന്ത്? ഡോക്ടർ ഝാൻസി റെജിമെന്റ്. സന്താൽ കലാപം നടന്ന പ്രദേശം ഏതാണ്? രാജ്മഹൽ കുന്നുകളുടെ താഴ്വാരമാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം മറാത്ത എന്ന പത്രവും കേസരി എന്ന പത്രവും ഇദ്ദേഹത്തിൻ്റെതാണ്. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം. ബൊക്കാറോയും ബിലായിയും 2 ബി ഓർക്കുക. ഈ ബൊക്കാറോയും ബിലായിയും സോവിയറ്റ് യൂണിയനാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല, മണ്ണാർക്കാട് താലൂക്കാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? അപ്പൊ കബനി, ഭവാനി, പാമ്പാർ കിഴക്കോട്ടൊഴുകുന്നു, ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ട്. കേരളത്തിൽ കാർഷിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. എഫ് ആകൃതിയാണ്, കൊല്ലം ജില്ല. ചുവടെ തന്നിട്ടുള്ള രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി. ഇപ്പോ രാജീവ് ഗാന്ധി ഖേൽരത്നയുടെ പേര് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാണ്. KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ആൻസർ പള്ളിവാസൽ, ഇടുക്കി. കേരളത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ നിലവിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ആരോഗ്യ സർവകലാശാല. ആൻസർ തൃശ്ശൂരിലാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അന്താരാഷ്ട്ര തലത്തിൽ തിരുവനന്തപുരം. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാ? പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? വാഗൺ ട്രാജഡി. അല്ല, ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. അത് കീഴരിയൂർ ബോംബ് കേസ് ആണ്. കീഴരിയൂർ ബോംബ് കേസ്. മലബാർ കലാപം അതിന്റെ ഭാഗമായിട്ടാണ് വാഗൺ ട്രാജഡി ഉണ്ടായത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ, പട്ടിണി ജാഥ നമ്മുടെ അയ്യങ്കാളി. പട്ടിണി ജാഥ എന്ന് പറയുമ്പോൾ നമ്മുടെ AKG നമുക്ക് ഓർക്കാം. പട്ടിണി ജാഥ അദ്ദേഹം ഏത് ജാഥയാണ് AKG നടത്തിയത്? AKG നടത്തിയത് മലബാർ മദ്രാസിലേക്ക് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. കണ്ണൂർ ടു മദ്രാസ്. ഇനി പട്ടി സദ്യ നടത്തിയ ഒരു വ്യക്തിയുണ്ട്, അത് ചട്ടമ്പി സ്വാമികളാണ്. യാചനയാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി സി ശങ്കരൻ നായരാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, ഇങ്ങനെ പറഞ്ഞത് ഗുരുദേവനാണ്, ശ്രീനാരായണ ഗുരു. അപ്പൊ ചെമ്പഴന്തിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ശിവഗിരിയിലാണ് ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലം. ഇദ്ദേഹം 2 വട്ടം ശ്രീലങ്ക സന്ദർശിച്ചു. ഇനി ഇദ്ദേഹം കേരളത്തിന്റെ നവോത്ഥാന പിതാവാണ്. ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമ, ജീവിച്ചിരിക്കുമ്പോൾ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചുവടെ നിന്നിട്ടുള്ള ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകം ഏത്? പ്രാചീന മലയാളം. സ്വാമിയുടെ ഏറ്റവും വലിയൊരു കൃതി തന്നെയാണ്, ആദ്യ കൃതിയാണ് പ്രാചീന മലയാളം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS സ്ഥാപിച്ചത് ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. കുമാര ഗുരുദേവൻ. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, ഈ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. ചുവടെ നിന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? സി കേശവൻ. കോഴഞ്ചേരി പ്രസംഗം 1935 അറസ്റ്റ് ചെയ്യും. മനുഷ്യരത്തിലെ വാരിയല്ലുകളുടെ എണ്ണം എത്രയാ? 24 വാരിയല്ലുകൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ആൻസർ കരള. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനത്തെ ബാധിക്കും? കാൽസ്യം അപര്യാപ്തതയാണെങ്കിൽ മേൽപ്പറഞ്ഞവയില്ല. രക്തം കട്ടപിടിക്കൽ, എല്ല് പല്ല് ആരോഗ്യം, പേശി പ്രവർത്തനം. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ പ്ലാസ്മയിൽ കാണപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ഇതുമായി യോജിക്കാത്തത് ഇരുമ്പുണ്ട്, മാംസ്യമുണ്ട്, ചുവന്ന രക്താണുക്കളുണ്ട്, റെഡ് ബ്ലഡ് സെൽസ് RBC, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ എഴുതുക. നമ്മുടെ ഉത്തരം വൈറ്റ് കെയിന് ടോക്കിംഗ് വാച്ച് അന്തര് ഉപയോഗിക്കുന്നു. ഡോക്ടറൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവരും ഇത് ഉപയോഗിക്കുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? ആൻസർ അനാമിക. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, പച്ചമുളക്. അപ്പൊ ഇവിടെ അന്തരുടെ കണ്ടോ? വൈറ്റ് കെയിന്, ടോക്കിംഗ് വാച്ച്, ബ്രെയിൽ ലിപി ഇതൊക്കെയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം ഏതാണ്? കാർബൺ മോണോക്സൈഡ്, വാഹനങ്ങളിൽ നിന്നുള്ള പുക. കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, സുന്ദർബൻ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ ബാക്ടീരിയ. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ചണം ഇന്ത്യയാണ് ഒന്നാമത്. പാൽ ഉൽപാദനത്തിൽ ഇപ്പം ഇന്ത്യ ഒന്നാമതായിട്ടുണ്ട്. ഷുഗർ ഉൽപാദനത്തിൽ ഇന്ത്യ ഒന്നാമതായി വരുന്നുണ്ട്. ഷുഗർ, പഞ്ചസാര കിണ്ണമെന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഒരേ അറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പർ. ഒരേ അറ്റോമിക് നമ്പർ ആണ്, ഐസോടോപ്പ് ആണ്. വ്യത്യസ്ത മാസ് നമ്പർ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലിയുടേതാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. താഴെ തന്നിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. അപ്പോ അയിര് ഓപ്ഷൻ ബി. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ ഏത്? നൈലോണാണ്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി.
പ്രതിപതന കോൺ എത്രയാണ്? രണ്ടും സെയിം ആണ്. ഉത്തരം 60 ഡിഗ്രി. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതല ബലമാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കുന്നത് നമ്മുടെ ആൻസർ ഖരവസ്തുക്കളിലാണ്. ആൻസർ ഖരവസ്തുക്കളിലാണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. മാസ് പകുതി പ്രവേഗം ഇരട്ടിച്ചു. വസ്തുവിന്റെ ഗതികോർജം എത്രയാണ്? അപ്പൊ ഗതികോർജം ഹാഫ് mv² ആണ്. ഗതികോർജം ഈ ഒരു പ്രവേഗം ഇരട്ടിയാക്കിയാൽ 4 നമ്മൾ ഇരട്ടിയാകുന്നു. നമ്മുടെ ഉത്തരം ഇരട്ടിയാകുന്നു. അപ്പൊ മാസ് ഇവിടെ പകുതിയാക്കി, അതുകൊണ്ടാണ് ഹാഫ് mv² അല്ലേ. അപ്പോ ഹാഫ് m അങ്ങ് പകുതിയാക്കി. ഇനി v ഇരട്ടിയാക്കി 4v². 2 വെട്ടി. അപ്പോ നമുക്ക് കിട്ടുന്നത് 4mv² എന്നാണ്. 2 വെട്ടി, പിന്നെ നമുക്ക് mv² എന്നാണ് കിട്ടുന്നത്. mv². അപ്പൊ m പകുതി, v എന്ന് പറയുമ്പോൾ ഇരട്ടിയാക്കി 2v². അപ്പൊ 4v², 4mv² എന്ന് കിട്ടി. മാസ് പകുതി പ്രവേഗം ഇരട്ടിച്ചു. പ്രവേഗം ഇരട്ടിച്ചു. 4mv² എന്ന് വെച്ചാല് എന്താണ്? ഹാഫ് mv²മായിട്ടുള്ള ബന്ധം. ഇത് 2mv² ആകത്തില്ലേ. അപ്പൊ ഉത്തരം ഇരട്ടിയാക്കുന്നു. ഇരട്ടിയാക്കുന്നു. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 16നെ കോമൺ ആയിട്ട് എടുത്തു. 8 2 16, 4 16, 8 2 16, 1 16 16, 8 4 12, 12 2 14, 15/16. 15/16 എന്ന് പറയുമ്പോൾ 16 6 9/6 54 144. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇത് 0 ഇട്ട് കൊടുത്ത് പോയിന്റ് ഇട്ട് 9 എന്ന് എഴുതാം. ഇനി നമ്മൾ ഒരു 0 കൂടി ഇടുമ്പോൾ എത്ര കിട്ടുന്നു? 0.9 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ ആൻസർ എഴുതിയിട്ട് അടുത്തതിലേക്ക് പോവുക. ഓപ്ഷൻ സി ആണ്. 1/2² എന്ന് വെച്ചാൽ 1/2ന്റെ സ്ക്വയർ 1/4. 1/√4² എന്ന് വെച്ചാൽ √4ന്റെ സ്ക്വയറും 4. അപ്പോ നമുക്ക് ഉത്തരം കിട്ടുന്നത് 2/4. 2/4 വെട്ടാങ്കിൽ 1/2. ഉത്തരം എന്താണ്? 1/2. 2 1/2 into 23 minus 1 1/2 into 23. രണ്ടിടത്തും 23 കോമൺ ഉണ്ട്. കോമൺ എടുത്തു. 4 1 5/2 മൈനസ് 2 1 3/2. 5ന്ന് 3 വെച്ചു 2, 2/2 1. അപ്പൊ ബാലൻസ് 23 കൊണ്ടാണ് ഗുണിച്ചത്. 23 തന്നെയാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. 1/100ന്റെ 12 1/2% മടങ്ങ് എത്രയാണ്? ഇത് 24 1 25/2 എന്ന് എഴുതി കൂടെ. 1/100 into 25/2 ആണ്. 25 4 100 ആണ്. ഉത്തരം 1/8. ഇത് ശരിയാണ്. ഇനി ഇതിന്റെ മടങ്ങ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് 1/12 1/12 ഇത് 1/100 എത്ര മടങ്ങാണ്? 1/100ന്റെ എത്ര മടങ്ങാണ് 12 1/2? അപ്പൊ നമുക്ക് കിട്ടുന്നത് 24 1 25/2 into 100/1. ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോ 12 1/2% എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഉത്തരം എയും ബിയും ശരിയാണ് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും.
ഉത്തരം എന്താണ്? 84. ഡി ആണ്. എയും ബിയും ശരിയാണ്. ഇനി നമ്മൾ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനകസംഖ്യ അല്ലാത്തത് ഏതാണ്? അനകസംഖ്യ അല്ലാത്തതേത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ? 6 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. ഇതിന്റെ ഘടകങ്ങളാണ് 1, 2, 3, 6. വലിയ ഘടകമായ 6 കിട്ടാൻ ചെറിയ ഘടകങ്ങൾ കൂട്ടിയാൽ മതി. മറ്റൊരെണ്ണമാണ് 28. 2, 1, 14, 7, 4, 28. വലുത് 28 ആണ്. അത് കൂട്ടാൻ വേണ്ടി ഇത് ഇത്രയും കൂടെ കൂട്ടാമെങ്കിൽ ഉത്തരം 28 തന്നെ കിട്ടും. അപ്പൊ അനകസംഖ്യയുടെ ചോദ്യമാണ് ഇപ്പോൾ വന്നത്. നമുക്ക് പഠിച്ചു വെക്കണം 6, 28, 496, 8128. ആദ്യത്തെ 4 അനകസംഖ്യകൾ കാണാതെ പഠിച്ചു വെക്കുക. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി സ്വാതിക് 35 ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങി 3 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്ക് ചെലവഴിച്ചു. 35, 3, 38 ആണ് ഇയാളുടെ വാങ്ങിയ വില. പിന്നെ അത് 5% ലാഭത്തിൽ വിറ്റു. 38ന്റെ കൂടെ 5% ലാഭം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എത്ര വേണമെങ്കിലും 38 ലക്ഷം എന്നുള്ള അത്രയും പൂജ്യം ഇടാം, നമ്മുടെ ഇഷ്ടം. ഇത് വെട്ടി, ഇത് I2 10, I2 10, ഒരു 5 5. ഇനി 38ഉം 51ഉം കൂടെ ഗുണിക്കുക. ഗുണിക്കുമ്പോൾ 8, 3, 8, 5, 40, I3 15, 4, 19. 1, 3, 9, 1. ഇവിടെ ഇത് വേണമെങ്കിൽ ഇത് വെട്ടാം, എന്നിട്ട് ചെയ്താലും മതി. 17, 17ഉം 51ഉം കൂടെ ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഗുണിച്ചിട്ട് വെട്ടാൻ നിൽക്കണം. 7, 1, 7, 5, 35, 5, 3, 8. 7, 6, 7, 1, 7, 5, 35, 3, 5, 3, 8. ഓക്കെ, ഇവിടെ ഒന്നും കൂടെ ഞാനൊന്ന് നോക്കാണ്. 38 അല്ലേ വാങ്ങിയത്? അപ്പൊ അത് ബൈ 105 അല്ലെ? അപ്പോ 105 ബൈ 100 എന്ന രീതിയിലാണ് ഇവിടെ വന്നത്. ഇതിനകത്ത് 380 ഇൻറ്റു 105 ഒന്നും കൂടെ ഒന്ന് എഴുതി കാണിക്കാം. 38 ഇൻറ്റു 105 ബൈ 100. ഈ 0 ഈ 0 വെട്ടി. I2 10, I2 10. ഓ, വെട്ടിയപ്പോ ഇവിടെ 2ന് പകരം 5 എന്ന് എഴുതി, അതാണ് തെറ്റിയത്. ഒരു 5, 5. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഇനി 19ഉം 38, 19. 19, 21 കൂടെ ഗുണിച്ചു. 9, 1, 9, 2, 18, 3. അപ്പൊ 9, 3, 309, 1, 18, 2, 1, 3. 9, 9, 399 എന്ന രീതിയിൽ കിട്ടി. അപ്പോ ഇത് എന്ന് പറയുമ്പോൾ എന്തിന് തുല്യമാണ്? നമ്മളുടെ ഈ ഒരു ഓപ്ഷന് തുല്യമാണ്. നമ്മൾ കറക്റ്റ് ഇപ്പോ ഇട്ടില്ലല്ലോ. കറക്റ്റ് 0, 39 ലക്ഷത്തിന്റെ ഇട്ട് കഴിഞ്ഞെങ്കിൽ 35, 3, 38 ലക്ഷത്തിന്റെ കറക്റ്റ് 0 ഇട്ടാൽ നമുക്ക് ഇത് കിട്ടും. ഇവിടെ വേറൊന്നും ഈ 99 വരെ സെയിം ആയിട്ട് ഒന്നിനുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബി എടുത്തത്. 24 മീറ്റർ 16 മീറ്റർ PVC പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. പരമാവധി നീളം എന്ന് വെച്ചാൽ HCF ഉസാഗ കാണുക. 16 ആണ്. നമുക്ക് 8 കൊണ്ട് ചെയ്യാം. 8, 3, 24, 8, 2, 16. കോമൺ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഉസാഗ 8 ആണ്. രണ്ടിനും കോമൺ ആയിട്ടുള്ള വലിയ നമ്പർ. ഒരു NH റോഡ് 3 വ്യത്യസ്ത ജംഗ്ഷൻ ട്രാഫിക് ലൈറ്റ് ആണ്. 60, 120, 24 സെക്കൻഡ്. 7 മണിക്ക് കാണിച്ചു. പിന്നെ ഏത് സമയത്താണ് ഇവര് ഒരേപോലെ കാണിക്കുന്നത്? അപ്പൊ ഒരുപോലെ വരണമെങ്കിൽ ഇനി നമ്മൾ ഈ 3 LCM കാണുക. 3 കൊണ്ട് 23 6, 4, 3, 12, 8, 3, 24. 2 കൊണ്ട് അല്ലെങ്കിൽ 4 കൊണ്ട് ചെയ്യാം. I4 20, 1, 4, 4, 24 8.
2 കൊണ്ട് I2 10 1 5 കൊണ്ട് 1 1. അപ്പൊ I2 10 ആണ് 12 120 സെക്കൻഡ് എന്നാണ് ഉത്തരം. ഇവിടെ മണിക്കൂറിൽ മിനിറ്റില് സെക്കൻഡിലല്ല. അപ്പൊ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റി 120 സെക്കൻഡ് എന്ന് വെച്ചാൽ 2 മിനിറ്റ് ആണ്. 2 മിനിറ്റിന് ശേഷം കുമാരൻ കുറച്ച് ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ നിന്ന് എത്ര രൂപ? അപ്പൊ 150 അല്ലേ ഒരു ദിവസം. ജൂണില് 30 ദിവസങ്ങളിലെ 30 × 150 15 3 45 4500 രൂപ. ഒരു ബസ് യാത്ര ആദ്യം 120 കിലോമീറ്റർ 30 km/h വേഗം, അടുത്ത 120 കിലോമീറ്റർ 20 km/h വേഗത്തിലാണ്. മുഴുവൻ ശരാശരി വേഗത. ശരാശരി വേഗത നോക്കുമ്പോൾ ഇവിടെ ദൂരം തുല്യമാണ്. രണ്ട് ദൂരം തുല്യമാണെങ്കിൽ 2ab/a+b ആണ് നമ്മളുടെ ഇക്വേഷൻ. 2 × 30 × 20 30 + 20 50. 6 5 30. ഉത്തരം 24 km/h. അപ്പോൾ പി എന്ന സ്ഥലത്ത് 2/3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. പി എന്ന സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് 2/3 പോയി. ശേഷം 1 5/7 കിലോമീറ്റർ പടിഞ്ഞാറോട്ട്. ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ തിരിച്ചാണ് പോകുന്നത്. 1 1/5 7 ആണ് ടോട്ടൽ സഞ്ചരിച്ചത്. പടിഞ്ഞാറോട്ട് പോയി. അപ്പൊ പിയും ഇപ്പോ നിൽക്കുന്നതുമായി ഈ ഡിസ്റ്റൻസ് എത്ര? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 7 5 12/7 ആണ് ഇത്. 7 5 12/7. അതിൽ നിന്ന് 2/3 കുറയ്ക്കുക. 12 3 36 - 14/21. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 22/21 എന്ന് കിട്ടും. അതല്ലേ ഇത് 21 22/21 അല്ലേ? 1 1/21. അപ്പൊ ആൻസർ കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 5 12 31 68. അപ്പൊ 5ന്റെ നമ്മൾ ഇതെങ്ങനെ നോക്കണം? ഇതെങ്ങനെയായിരിക്കാം? 5 1ന്റെ ക്യൂബ് +4 ആണ് 5. 2ന്റെ ക്യൂബ് 8 8 4 12. 3ന്റെ ക്യൂബ് 27 27 4 31. 4ന്റെ ക്യൂബ് 64 4 68. എങ്കിൽ 5ന്റെ ക്യൂബ് 125 4 129 ആണ് ഉത്തരം. ഇനി ഇവിടെ എളുപ്പമാണ്. 12 15 17. 12 കഴിഞ്ഞ് 14 പിന്നെ 16. അടുത്തതിനകത്ത് 18 വരണം. ഇത് 15 ആണ്. 3 കൂട്ടി 18 3 കൂട്ടി 21. അടുത്തത് 3 കൂട്ടി 24 വരണം. അപ്പോ ഇങ്ങനെ 18 24 ഉള്ള ഏതെങ്കിലും കോളം ഉണ്ടോ? 19 അല്ല, 24 ഇല്ല, ആകെ ഇതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. പല രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് രണ്ടും കൂടെ കൂട്ടുക. 7 27. ഇതാണ് മുകളില്. 8 4 12 32. ഇതാണ് മുകളില്. 6 1 7 2 1 3. ഇതാണ് മുകളില്. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം കൂട്ടി മുകളിൽ അത് തന്നെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താലും മതി. ഇവിടെ കൂട്ടുമ്പോൾ 8 തെറ്റാണ്. 8 3 11. അറ്റത്ത് 1 വരണം, തെറ്റാണ്. 9 4 13. അറ്റത്ത് കറക്റ്റ് വന്നിട്ടില്ല. ഇവിടെയാണ് അറ്റത്ത് കറക്റ്റ് വന്നേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് 3 എണ്ണം തന്നേക്കുന്നു. ഇതിന്റെ അർത്ഥം 1/4, ഇതിന്റെ അർത്ഥം 1/4, ഇതിന്റെ അർത്ഥം 1/4. നമുക്ക് 3 1/4 ഇതാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ 3 1/4. ഇത് തെറ്റല്ലേ? അപ്പൊ ബാക്കിയെല്ലാം തന്നേക്കുന്ന തെറ്റാണ്. ചതുരം നോക്കി. 7 2 9 6 15. 9 10 5 15. ഇത് 15 കിട്ടണം. 12 ഉണ്ട്. ഇനി നമുക്ക് 3 എടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു ബോർഡ് മാസ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ആണ് ചെയ്യുന്നത്. 5 2 7 -7 × 3 -21. ഇത് 0 അല്ലേ? മൈനസ് 5 2 അയ്യോ സോറി, ഞാൻ കുറച്ചിന് പറഞ്ഞ കൂട്ടിക്കളഞ്ഞ്. 5 - 2 3 ആണ്. -3 × 3 -9 ആണ്. ഇപ്പോഴത്തെ 0. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒറ്റയാൻ കണ്ടെത്തുക. പേന, യൂണിഫോം, പുസ്തകം, പെൻസിൽ. പേനയും പുസ്തകവും പെൻസിലും ഒക്കെ എഴുതുകയാണ്. യൂണിഫോം ഒരു വസ്ത്രമാണ്.
സമാന ബന്ധം. വൃത്തസ്തംഭം 3 അർദ്ധഗോളം. വൃത്തസ്തംഭം എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ്. ഇതൊന്ന്, ഇതൊന്ന്, ഈ ഭാഗം, അങ്ങനെ 3 ഭാഗങ്ങളുണ്ട് ഇതിന്. അർദ്ധഗോളം എന്ന് പറയുമ്പോൾ ഇതാണ് 1, 2, 2 ഭാഗങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം 2 സർഫസ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ദ്വിമാന രൂപങ്ങൾ തിരിച്ചറിയുക. ദ്വിമാനരൂപം, ദ്വിമാനരൂപം, ദ്വിമാനരൂപം. വൃത്തസ്തൂപിക എന്ന് പറയുന്നത് ദ്വിമാന രൂപം അല്ല, ത്രിമാനമാണ്, 3D ആണ്. അപ്പൊ 1, 2, 4 സപ്തഭുജം, ഷഡ്ഭുജം, വൃത്തം. ശ്രുതിയുടെ പിതാവ് ശ്രുതിയുടെ മുത്തച്ഛനേക്കാൾ 26 വയസ്സ് ഇളയതും ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലുമാണ്. മൂവരുടെയും പ്രായത്തിന്റെ തുക 135 എങ്കിൽ ശ്രുതിയുടെ വയസ്സ് എത്രയാണ്? അപ്പൊ ശ്രുതിയെ ഞാൻ എസ് എന്ന് വിളിച്ചു. ശ്രുതിയുടെ ഫാദറിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലാണ് അല്ലെ? ശ്രുതിയുടെ പിതാവ് ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലാണ്. ശ്രുതിയിൽ നിന്ന് 29 കൂട്ടിയാൽ പിതാവിനെ കിട്ടും. ഇനി ശ്രുതിയുടെ ഗ്രാൻഡ് ഫാദർ മുത്തച്ഛൻ 26 വയസ്സ് ഇളയതാണ്. പിതാവിനേക്കാൾ 26 വയസ്സ് ഇളയതാണ്. അപ്പോ ഇത് 29 പ്ലസ് 26 കൂടെ കൂട്ടിയാൽ മുത്തച്ഛനെ കിട്ടും. ഇത് 55 എസ് പ്ലസ് 55. ഇനി ഇവര് 3 പേരുടെയും കൂടെ പ്രായം 135. അപ്പൊ എസ് പ്ലസ് 29 അച്ഛൻ ശ്രുതി, ഇനി മുത്തച്ഛൻ എസ് പ്ലസ് 55. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 135. 3 എസ് ഉണ്ട്. 29ഉം 55ഉം കൂടെ കൂട്ടുക. 9 5 14, 6 2 8, 135. 3s എന്ന് പറയുമ്പോൾ 135ന്ന് 84 കുറയ്ക്കുക, 51. 51/3 ചെയ്യുക. 1 3 3, 21 7 3 21. അപ്പൊ ശ്രുതിയുടെ വയസ്സ് കിട്ടി 17. ചോദ്യം ശ്രുതിയുടെ വയസ്സ് എത്ര? അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ എ ചെയ്യണം. ഓരോന്നെടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 135 വരുന്നോ എന്ന് നോക്കണം. അച്ഛൻ എന്ന് പറയുമ്പം ശ്രുതിയെക്കാളും 29 കൂടുതലല്ലേ? അപ്പൊ ശ്രുതി 18 ആണെങ്കിൽ 29 കൂട്ടണം, അടുത്ത ആള് 26 കൂടെ കൂട്ടണം, എന്നിട്ട് ഇത് 3 കൂടെ 135 വരുന്നോ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോഴും ഉത്തരം കിട്ടും. 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടെലിഗ്രാം ചാനൽ ലേൺ വിത്ത് റീജി ആണ്. അതിനകത്ത് നമ്മൾ PDF ഇടുന്നതായിരിക്കും, ടിക്കഡ് PDF. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.